ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിയായിട്ട് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ ചെന്ന് വന്നപ്പോൾ നല്ല ഇഡ്ഡലിയും അതേപോലെ ചമ്മന്തിയൊക്കെ അമ്മൂമ്മ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ അച്ചച്ചൻ അവിടെ പത്രം വായിക്കുക കേട്ടോ. അപ്പോൾ അച്ചച്ചൻ അവിടെ പത്രം വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു കേട്ടോ. നല്ല ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്നു. അപ്പോൾ അമ്മൂമ്മ ഞാൻ കാപ്പി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ എടുത്തിട്ട് അമ്മൂമ്മ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി സോഫയുടെ അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചാൽ കുറച്ചുകൂടി സുഖമായിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ടായിരുന്നു കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തെ ഓരോ പണികളിലേക്ക് ഇങ്ങനെ കിടക്കാൻ പോയി. വേറെ ഒന്നുമില്ല, അടിച്ചു വാരി തുടയ്ക്കാൻ മാത്രമേ എനിക്ക് പണിയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം അടിച്ചു വാരി തുടയ്ക്കാനുള്ള പരിപാടികളിലേക്ക് കടന്നു. ഇവിടെയാണെങ്കിൽ കുറച്ചധികം സ്ഥലമുണ്ട്, കുറച്ചധികം ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും അടിച്ചു വാരി ഞാനിങ്ങനെ തുടച്ച് ക്ലീനാക്കി വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ അധികം പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ അമ്മൂമ്മമാരൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ റോളൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വേഗം അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കായപ്പോൾ നല്ല ചോറും സാമ്പാറും മീൻ വറുത്തതും അവിയലും കാളനും പിന്നെ എന്തായിരുന്നു അച്ചാറും പപ്പടവും മോര് സംഭാരമൊക്കെ കൂട്ടി ഞാൻ നന്നായി ഫുഡ് കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഒപ്പം ഇരുന്നിട്ട് കേട്ടോ ഫുഡ് കഴിക്കാം. അപ്പോൾ അച്ചാച്ചനെ വീഡിയോയിൽ കാണില്ല പറഞ്ഞിട്ട് അച്ചാച്ച അതൊക്കെ കുറച്ച് നീക്കി വെക്കേണ്ട കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ അമ്മായിയുടെ അടുക്കി പോകാം കേട്ടോ. അമ്മൂമ്മേനെയൊക്കെ കാണണം. അങ്ങനെ ഞാൻ അമ്മായിയുടെ അവിടെയൊക്കെ പോയി. അമ്മായിയുടെ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. മുത്തശ്ശിനെയും കണ്ടു. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ 6 മണിക്ക് ആയി. പിന്നെ വിളക്ക് വെക്കേണ്ട സമയമൊക്കെ ആയപ്പോൾ നേരെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അങ്ങനെ വേഗം ഓടി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വിളക്കൊക്കെ വെച്ചു. പിന്നെ അങ്ങനെ ഉള്ളിലൊക്കെ എല്ലാവരുടെയും കാണിച്ചതിന് ശേഷം പിന്നെ ബാക്കിൽ പോയിട്ട് പാമ്പുമാർക്ക് വിളക്ക് വെക്കണം. അങ്ങനെ ഞാൻ ഓടിപ്പോയി പാമ്പുമാർക്കൊക്കെ വിളക്ക് വെക്കാൻ നിന്നു. പിന്നെ വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് വരാൻ നിൽക്കാം കേട്ടോ. അങ്ങനെ അവിടെയും ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് തിരിച്ച് പോകുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ ഇരുന്ന് സിനിമ കാണലും അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. പിന്നെ അമ്മൂമ്മ കുറച്ച് നേരം സീരിയലൊക്കെ കാണും കുറച്ച് നേരം. അപ്പോൾ അതൊക്കെ അവരവിടെ സീരിയൽ കാണലൊക്കെ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ രാത്രിയായി. അപ്പോൾ പിന്നെ ഓൾറെഡി രാത്രിയും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ എല്ലാവരുടെയൊക്കെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് കഴിച്ച ഭാഗത്തൊക്കെ എല്ലാവരുടെയും വൃത്തിയാക്കി നേരെ പിന്നെ അമ്മമ്മയ്ക്ക് ഓൾറെഡി മെഡിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ അമ്മമ്മ അവിടെ പോയി മെഡിറ്റേഷൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമായി. ഇനി അമ്മമ്മയ്ക്ക് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.